പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജെനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. കൊറോണ കാലഘട്ടം ഏകദേശം 2 വർഷത്തോളമായി കൊറോണ കാലഘട്ടം. അതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളപ്പൊക്കങ്ങള്, മഴകള്, പേമാരികള്, അങ്ങനെ വ്യത്യസ്ത അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ, അങ്ങനെ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഈ കൊച്ചു കേരളത്തെ ഇങ്ങനെ ഒലച്ചുകൊണ്ടിരിക്കുക. അമ്മേ ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസം ബലിയർപ്പിക്കാനായി നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് പോകുന്ന പതിവുകളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീൻസ് എല്ലാം നമ്മളൊക്കെ നിർത്തി നമ്മുടെ ഭവനത്തിലായി, പിന്നീട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി, വീണ്ടും ഉള്ളിലോട്ടായി. എന്ന് പറയുന്നു നമ്മുടെ ഇടവക ദേവാലയങ്ങളിലേക്ക് ആളുകള് വരവ് കുറവായി. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ റീത്തുകളിലും ദേവാലയങ്ങളിൽ ഒരുപാട് വ്യക്തികള് വിശുദ്ധ കുർബാനയ്ക്ക് പോയെങ്കിൽ ഇന്ന് കോവിഡ് എന്ന മഹാമാരി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് കൂട്ടം ചേർന്ന് ദേവാലയത്തിലേക്ക് പോകാൻ ഭയമായി. എന്നാൽ വേറൊരു കാര്യം, ഇന്നിപ്പം സിനിമ തിയേറ്ററുകൾ തുറന്നു, അല്ലെങ്കിൽ പൊതുമേഖലകള് ഒക്കെ തുറന്നു. ട്രെയിൻ ഓടാൻ തുടങ്ങി, ബസ് ഓടാൻ തുടങ്ങി, പ്രൈവറ്റ് ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും, എന്തിനു വേണ്ടി ബിസിനസ് മേഖലകളോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളോ എല്ലാം തുറന്നു. എല്ലാ സ്ഥലത്തേക്കും ഒരുപാട് ജനം ഒഴുകാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. പക്ഷേ ദേവാലയം തുറന്നു. ഈ ദേവാലയം തുറക്കാൻ വേണ്ടി നമ്മൾ ടിവിയില് അല്ലെങ്കിൽ മൊബൈലില് വിശുദ്ധ കുർബാന ഓൺലൈനായി അർപ്പിക്കുമ്പോൾ ഈശോയെ കിട്ടാത്തതിന്റെ വലിയ വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവെ, ആത്മന സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് ഈശോയെ കിട്ടാൻ പറ്റാത്തതിന്റെ വേദന. ഒന്ന് കുമ്പസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മരിച്ചവരുടെ അടുത്തേക്ക് ഒന്ന് പോവാനോ സംസ്കാരത്തിന് ശരിക്കും നേരെ ഒന്ന് പങ്കെടുക്കാനോ ഒന്നും പറ്റാത്ത തരത്തിൽ നമ്മളിങ്ങനെ വല്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ഇതാ കുറച്ച് കോവിഡിന്റെ അല്ലെങ്കിൽ വാക്സിൻ ഒക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ തുറന്നു. എല്ലാം ഏകദേശ രൂപത്തോടായപ്പോ ഇപ്പം ദേവാലയങ്ങൾ എല്ലാ ദേവാലയങ്ങളും തുറന്നു. പക്ഷെ ദേവാലയത്തിലേക്ക് ആളുകൾ കുറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോ ജനം പറയുന്നത് എന്താ ചെയ്യില്ലേ, നമുക്ക് ഇങ്ങനെ പള്ളി ഈ മൊബൈലോ അല്ലെങ്കിൽ ടിവിയിൽ ഇരുന്ന് കുർബാന അർപ്പിച്ചാൽ മതിയില്ലേ, എന്തിനിപ്പോ ഇപ്പൊ ദേവാലയത്തിലേക്ക് പോകേണ്ട ആവശ്യം? കാറ്റസം വരെ ഇപ്പം ഓൺലൈനാ. അപ്പൊ എല്ലാം നമുക്ക് ഓൺലൈനായി മതില്ലേ. എന്നെ മറ്റു കാര്യങ്ങൾ ഓൺലൈൻ ശരിയാവത്തില്ല. ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പോകാൻ ഓൺലൈനായി മാറി. ആമേൻ ഹല്ലേലൂയ. ഈ സമയത്താണ് സമയത്ത് നമ്മുടെ പ്രത്യേകിച്ച് സഭയ്ക്കുള്ളിലുള്ള പ്രത്യേകിച്ച് സീറോ മലബാർ റീത്തിനുള്ളിലുള്ള ഈ കടിപിടികള്. ആമേൻ ഹല്ലേലൂയ. അതെ, ഈ സീറോ മലബാർ റീത്തിന്റെ ഉള്ളില് നമ്മൾ മറ്റ് സഭകാരൊക്കെ അവിടെ കിടന്നുണ്ട്. സീറോ മലബാർ റീത്തിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് പല വിധത്തിലും പല വിഭാഗം, ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തില് ഉള്ള എന്താ പറയാ പ്രാദേശിക വാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വന്ന് എന്നെ സംഭവിക്കുന്നറിയോ, ഇപ്പൊ ജനം മുഴുവൻ ഇനി ദേവാലയത്തിലേക്ക് പോണോ വേണ്ട എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ദൈവമക്കളെ, ടോട്ടല് നമ്മുടെ യേശുവായിട്ട്, ദേവാലയമായിട്ട്, പള്ളിയായിട്ട്, സഭയായിട്ട് നമ്മളെ ഒന്ന് ബന്ധപ്പെടുത്താൻ നമ്മൾ ഒരുങ്ങുമ്പോഴേക്കും പിശാച് കുടില തന്ത്രങ്ങളുമായി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ സമയം നമ്മൾ പല വിധത്തിലുള്ള കിംവദന്തികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പല വിധത്തിലെ വിധികള്, കുറ്റങ്ങള് അല്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശനങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കാം. ദൈവമക്കളെ, നമ്മൾ ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കാലത്തിന്റെ അടയാളങ്ങളാണ്. അത് ദൈവത്തിന്റെ യേശുവിന്റെ 2ാം വരവ് അടുത്തിരിക്കുന്നു. ഈ സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാലം വിരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം അത്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നീ ഭവനത്തിലായിരിക്കോ, കാറിൽ യാത്രയായിരിക്കോ, അല്ലെങ്കിൽ നീ മറ്റ് തൊഴിൽ മേഖലകളായിരിക്കോ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, പക്ഷെ വളരെ തന്ത്രപരമായിരിക്കണം. 2000 വർഷം പഴക്കമുള്ള നമ്മുടെ സഭയിൽ അതേ വിള്ളലുകൾ കടന്നു വരുമ്പോൾ, മുല്ലപ്പെരിയാറിന് വിള്ളലുകൾ വരുന്ന പോലെ തന്നെ വിള്ളലുകൾ വരുമ്പോൾ ആ വിള്ളലുകൾ വലുതാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, മറിച്ച് ആ വിള്ളലുകൾ അടച്ചുകൊണ്ട് ആ വിള്ളലുകൾ അടയ്ക്കാനുള്ള ഏക മാർഗം എന്നറിയോ, കരം വിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. ഈ സമയങ്ങള് ഏക മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ കണ്ണികണ്ട ചായപ്പടകളിലും കണ്ണികണ്ട സ്ഥലങ്ങളിലും ദേവാലയങ്ങളിലും മുറ്റത്തൊക്കെ കിടന്ന് അവരങ്ങനെയാണ്, ഇവരെ ഇങ്ങനെയാണ്, ആ സഭ അങ്ങനെയാണ്, ഈ സഭ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പരസ്പരം കടിച്ച് കീറേണ്ട സമയമല്ല. ഈ സമയം വളരെ ഗൗരവത്തോടുകൂടെ, വളരെ ഉണർവോടുകൂടെ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ എഫെസസ് 6:10 പറയുന്ന പ്രഭുത്വങ്ങളും ആധിപത്യങ്ങളും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാരും സ്വർഗീയരും വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളും അവന്റെ ബുദ്ധിയെ തകർക്കുവാൻ നമുക്ക് വ്യക്തമായി നമ്മൾ ഏക മനസ്സാവണം. അത് പല വ്യക്തി നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയവരാവും പലവരും,
അല്ലെങ്കിൽ നമ്മുടെ മക്കളാ, സ്വന്തം മക്കളാ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളാ, അല്ലെങ്കിൽ ആരെങ്കിലായിക്കോട്ടെ. പക്ഷെ ആരാണെങ്കിലും സഭയെ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കാൻ വരുന്ന അവരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കരം ഉയർത്തിക്കൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ടും സ്തുതിച്ചുകൊണ്ടും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ അവരെ അർപ്പിച്ചുകൊണ്ടും വ്യക്തിപരമായ പ്രാർത്ഥനയിലെ പ്രത്യേകമായി നിയോഗം കൊടുത്തുകൊണ്ടും ഇവരെ വീണ്ടും വീണ്ടെടുത്തുകൊണ്ട് സഭയെ വീണ്ടും നമ്മൾ ഒരുമിക്കണം. വീണ്ടും നമ്മുടെ ദേവാലയത്തിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഏക മനസ്സോട് വിശുദ്ധ ബലി അർപ്പിക്കേണ്ട ആ ഒരു കാലം സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ മുന്നേറണം. ആമേൻ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, നമ്മുടെ ശരീരം ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തിനകത്ത് ദൈവം വസിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിലുള്ള ദൈവം വസിക്കുന്ന ഈ ദേവാലയത്തിന്റെ ശക്തിയാല് നമ്മുടെ സഭയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഏത് കുബുദ്ധികളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ദൈവമക്കളെ, ആരും നമ്മുടെ ശത്രുക്കളല്ല. അവരെല്ലാം കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട്, നമ്മൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തോട്, കർത്താവേ, ഈ സമയം അവരുടെ മേൽ കരുണയുണ്ടാകണമേ, അവരുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, ഒരിക്കലും അവരെ തകർക്കാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും സഭയെ പടുത്തുയർത്തേണ്ട കാലഘട്ടമായത്. ഈ കാലഘട്ടത്തില് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാം, വിശുദ്ധയുടെ മാധ്യസ്ഥം ചോദിക്കാം. നമ്മുടെ സഭയിലെ ഇനി ഒരിക്കലും ഇങ്ങനെ വിള്ളലുണ്ടാകരുത് എന്ന് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാം. ആമേൻ.